വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട വിഷയവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് ആ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് കൈരളി ന്യൂസിന് ലഭിച്ചു. പുകവലി ചോദ്യം ചെയ്തതിനുള്ള പ്രകോപനത്തെ തുടർന്നാണ് ഈ പ്രതി ഈ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത്. പ്രതി പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തി. മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. ഇതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. പ്രതി പുകവലിച്ചത് ശുചിമുറിക്ക് സമീപം നിന്നാണ്. വാതിൽപ്പടിയിലിരുന്ന ശ്രീകുട്ടിയെ ശക്തമായി ചവിട്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, വളരെ കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുകവലിച്ചുകൊണ്ടാണ് പ്രതി ഈ യുവതികളുടെ അടുത്തേക്ക് എത്തിയത്. ഇത് ചോദ്യം ചെയ്തതാണ് ഈ ആക്രമണത്തിന്, ഈ ക്രൂരകൃത്യത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചത്, പ്രകോപനത്തിനിടയാക്കി. എന്താണ് വിവരങ്ങൾ, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സുജി, ഏതായാലും ഈ പെൺകുട്ടിക്ക് നേരെ, ശ്രീകുട്ടിക്ക് നേരായിട്ടുള്ള അതിക്രമം ഉണ്ടാകുന്നതിന് കാരണം അത് പുകവലി ചോദ്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സുജി സൂചിപ്പിച്ചതുപോലെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇവയാണ്. അതായത് പ്രതി പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നു. മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് ഈ പെൺകുട്ടികൾ പറയുന്നു. ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി പുകവലിച്ചത് ശുചിമുറിക്ക് സമീപം നിന്നായിരുന്നു. അതേസമയം ഈ വാതിൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു ശ്രീകുട്ടി. അവിടെ ഇരുന്ന ശ്രീകുട്ടിയെയാണ് പ്രതി ശക്തമായി ചവിട്ടുന്നത്. കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രതി ട്രെയിനിൽ കയറിയത് 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷമായിരുന്നു. അത്ര മദ്യപിച്ച അവസ്ഥയിലാണ് ഈ ട്രെയിനിലേക്ക് കയറിയത്. പ്രതിക്കൊപ്പം ഒരു സുഹൃത്ത് കൂടി ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ വധശ്രമം അടക്കം 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഷീജ, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെ. അതായത് എന്തുകൊണ്ട് ഈ പ്രകോപനമുണ്ട്, എന്തിന് ഈ യുവതിയെ ചവിട്ടിയിട്ടു എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്രീകുട്ടിക്കൊപ്പം മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടിയെയും ഈ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വരികയും ചെയ്തത്. ഈ 2 പേരെ സംബന്ധിച്ച്, ഒപ്പം തന്നെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ? ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ കുറിച്ചുള്ള വിവരമില്ല. പക്ഷേ ഈ ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത് അർച്ചന എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു, ശ്രീകുട്ടിയെ ചവിട്ടി താഴേക്ക് ഇട്ടതിന് തൊട്ട് പിന്നാലെ അർച്ചനയെയും സമാനമായ രീതിയിൽ തന്നെ താഴേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ സഹയാത്രക്കാരുടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് അർച്ചന രക്ഷപ്പെട്ടത്. തുടർന്ന് ഈ പ്രതിയെ പിടിച്ചു വെച്ചതും ഈ യാത്രക്കാർ തന്നെയായിരുന്നു. ആ രീതിയിലാണ് പിന്നീട് റെയിൽവേ പോലീസിനടക്കം ഈ പ്രതിയെ കൈമാറുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഏതായാലും ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആരാണ്, സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നിലവിലിപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.